നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനവും അതിലൂടെ ദൃഢമാക്കപ്പെട്ട നയതന്ത്ര ബന്ധങ്ങളും ആധുനിക ഭാരതത്തിൻ്റെ വിദേശനയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിലൊന്നാണ്. 5 രാജ്യങ്ങൾ ഉൾപ്പെട്ട തൻ്റെ വിദേശ പര്യടനത്തിൻ്റെ ആദ്യഘട്ടമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ലഭിച്ച അത്ഭുതപൂർവമായ സ്വീകരണം ഇന്ത്യയും UAEയും തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിൻ്റെ തെളിവായി മാറി. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന വേളയിൽ നടത്തിയ ഈ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക സന്ദർശനം എന്നതിലുപരി മേഖലയിലെ സമാധാനത്തിനും ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കേവലം സാമ്പത്തിക താൽപ്പര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല എന്നും അത് പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഒരു ആത്മബന്ധമാണെന്നും ഈ സന്ദർശനത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം UAEയുടെ വ്യോമപരിധിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ലോകം സാക്ഷ്യം വഹിച്ചത് അത്യപൂർവമായ ഒരു നയതന്ത്ര ആദരവിനാണ്. UAE വ്യോമസേനയുടെ F-16 ബ്ലോക്ക് 60 ഡെസേർട്ട് ഫാൽക്കൺ യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ എയർ ഇന്ത്യ 1 വിമാനത്തിന് അകമ്പടി സേവിച്ചു. അമേരിക്കയുമായും ഇസ്രയേലുമായുമുള്ള ഇറാൻ സംഘർഷത്തിനിടെ ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കുവാൻ അടുത്തിടെ UAE ഉപയോഗിച്ച അതേ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബഹുമാന സൂചകമായി അകമ്പടി ഏർപ്പെടുത്തിയത്. അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതുവരെ തുടർന്ന ഈ അകമ്പടി ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തെയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്ന വ്യക്തിപരമായ പ്രാധാന്യത്തിനും അടിവരയിടുന്നു. ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിയ വലിയൊരു ബഹുമതിയായിട്ടാണ് പ്രധാനമന്ത്രി ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. UAEയുടെ വ്യോമപരിധിയിൽ വിദേശ ഭരണാധികാരികളുടെ വിമാനങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിക്കുന്നത് ആ രാജ്യം നൽകുന്ന ഏറ്റവും ഉയർന്ന നയതന്ത്ര ബഹുമതികളിൽ ഒന്നാണ്. എല്ലാ രാഷ്ട്രതലവന്മാർക്കും ലഭിക്കുന്ന ഒരു സാധാരണ പ്രോട്ടോകോൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നരേന്ദ്രമോദിക്ക് മുൻപ് ലോകത്തെ ചുരുക്കം ചില പ്രമുഖ നേതാക്കൾക്ക് മാത്രമാണ് UAE ഇത്തരമൊരു സ്വീകരണം ആകാശത്ത് നൽകിയിട്ടുള്ളത്. അടുത്ത കാലത്തായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ UAE സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് സമാനമായ രീതിയിൽ യുദ്ധവിമാനങ്ങളുടെ അകമ്പടി ലഭിച്ചിരുന്നു. 2023 ഡിസംബറിൽ പുടിൻ അബുദാബിയിൽ എത്തിയപ്പോൾ UAEയുടെ 4 യുദ്ധവിമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിമാനത്തെ അനുഗമിക്കുകയും റഷ്യൻ പതാകയുടെ നിറങ്ങളിലുള്ള പുക ആകാശത്ത് വിതറി ആദരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 2018 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് UAE സന്ദർശിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ വിമാനത്തിന് യുദ്ധവിമാനങ്ങൾ സുരക്ഷാ അകമ്പടി സേവിച്ചിട്ടുണ്ട്. ചൈനയുമായുള്ള UAEയുടെ സാമ്പത്തിക തന്ത്രപരമായ ബന്ധത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നതായിരുന്നു അന്ന് ആ നീക്കം. 2019 പോപ്പ് ഫ്രാൻസിസ് UAE സന്ദർശിച്ച വേളയിലും വിമാനങ്ങൾക്ക് അകമ്പടി സേവിക്കുന്ന രീതിയിലുണ്ടായ ആദരവ് നൽകുകയുണ്ടായി. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പല പ്രമുഖ പാശ്ചാത്യ നേതാക്കളും UAE സന്ദർശിക്കുമ്പോൾ ഇത്തരം വിമാന അകമ്പടികൾ സാധാരണയായി നൽകാറില്ല. അതുകൊണ്ട് തന്നെ പുടിനും ഷീ ജിൻപിങ്ങിനും ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഈ അംഗീകാരം ഇന്ത്യയും UAEയും തമ്മിലുള്ള അസാധാരണമായ ആത്മബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് തന്നെ തങ്ങളുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളായ F-60 വിമാനങ്ങൾ തന്നെ ഇതിനായി ഉപയോഗിച്ചു എന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥാനത്തെയും മോദി എന്ന ഭരണാധികാരിയോട് UAE പ്രസിഡന്റിനുള്ള വ്യക്തിപരമായ ആദരവിനെയും അടിവരയിടുന്നു. തൻ്റെ 8ാമത് UAE സന്ദർശനത്തിൽ UAEയെ സ്വന്തം 2ാം വീട് എന്നാണ് മോദി വിശേഷിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന UAEയുമായിട്ടുള്ള സുരക്ഷാബന്ധം കൂടുതൽ ശക്തമാക്കുവാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. UAE നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ അംഗീകരിക്കാനാവില്ലെന്നും ഏത് സാഹചര്യത്തിലും ഇന്ത്യ UAEക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള പുതിയ പ്രതിരോധ കരാറുകളുടെ പശ്ചാത്തലത്തിൽ UAE ഇന്ത്യയുമായി ഒരു തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തം പ്രഖ്യാപിച്ചത് ഏഷ്യയിലെ പുതിയ ശക്തി സന്തുലിതാവസ്ഥയുടെ സൂചനയാണ്. ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലുണ്ടായ നിർണായകമായ കരാറുകളാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ പാചകവാതക ക്ഷാമത്തിന് പരിഹാരമാകുന്ന വിതരണ കരാറുകളിൽ ഈ രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇറക്കുമതിയെ വലിയതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് LPG, LNG വിതരണത്തിൽ ലഭിച്ച ഈ ഉറപ്പ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. കൂടാതെ ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ $5 ബില്യൺ നിക്ഷേപം നടത്താനും UAE സമ്മതിച്ചു. ഗുജറാത്തിലെ വാഡിനാറിൽ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം തുടങ്ങുന്നതിനും പെട്രോളിയം ശേഖരം കരുതി വെക്കുന്നതിനും വേണ്ടിയുള്ള ധാരണാപത്രങ്ങൾ ഒപ്പിട്ടത് ഈ രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വിനിമയം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. സന്ദർശനത്തിന് തൊട്ടു മുന്നാലെ പ്രധാനമന്ത്രി നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര തിരിക്കുമെങ്കിലും UAEയിൽ ലഭിച്ച സ്വീകരണം ലോക മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി. പാകിസ്ഥാനുമായി അകന്ന UAE ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നത് മേഖലയിലെ മാറിയ രാഷ്ട്രീയ സമവാക്യങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി മതപരവും സൈനികവുമായ താൽപ്പര്യങ്ങളാൽ പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു UAE. എന്നാൽ ആഗോള സാമ്പത്തിക ക്രമത്തിലുണ്ടായ മാറ്റങ്ങളും ഭീകരവാദത്തോടുള്ള സമീപനത്തിൽ വന്ന പരിവർത്തനങ്ങളും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സ്വാധീനവും ഈ ബന്ധത്തെ മാറ്റിമറിക്കുകയായിരുന്നു.
യു എയുടെ ഈ നയതന്ത്രപരമായ മാറ്റം പശ്ചിമേഷ്യയിലെയും തെക്കൻ ഏഷ്യയിലെയും രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് ഏഷ്യൻ വൻകരയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ പരിണാമത്തിൻ്റെ തുടക്കമാണ്. ഈ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇന്ത്യയുടെ തന്ത്രപരമായ വിജയമാണ്. കശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ പാകിസ്ഥാന് കാലാകാലങ്ങളായി അറബ് ലോകത്ത് നിന്ന് ലഭിച്ചിരുന്ന പിന്തുണ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. കശ്മീർ ഒരു ആഭ്യന്തര വിഷയമാണെന്ന ഇന്ത്യയുടെ നിലപാട് അംഗീകരിക്കുവാൻ UAE തയ്യാറായത് പാകിസ്ഥാനേറ്റ വലിയ നയതന്ത്ര പ്രഹരമാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICയിൽ പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്ന കശ്മീർ പ്രമേയങ്ങൾക്കെതിരെ UAE സ്വീകരിച്ച നിസ്സംഗതയും ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തവും തെളിയിക്കുന്നത് മതപരമായ ഐക്യത്തേക്കാൾ ഉപരിയായി സാമ്പത്തികവും സുരക്ഷാപരവുമായ താൽപ്പര്യങ്ങൾക്കാണ് UAE ഇന്ന് മുൻഗണന നൽകുന്നത് എന്നതാണ്. ഇത് പശ്ചിമേഷ്യയിൽ ഇന്ത്യക്കുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. സാമ്പത്തിക തലത്തിൽ നോക്കിയാൽ UAEയുടെ ഈ ചുവടുമാറ്റം ഏഷ്യൻ വിപണിയെ വൻതോതിൽ സ്വാധീനിക്കും. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് മാറി ടൂറിസം, സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്തുവാൻ UAE ആഗ്രഹിക്കുന്നു. ലോകത്തിലെ അതിവേഗം വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ പങ്കാളി. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലും UAE നടത്തുന്ന കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപം ഈ രാജ്യങ്ങളെയും പരസ്പരം ആശ്രയിക്കുന്ന ശക്തികളാക്കി മാറ്റിയിരിക്കുന്നു. മറുവശത്ത് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും അവരിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് UAE പിന്നോട്ട് വലിപ്പിക്കും. ഇത് തെക്കൻ ഏഷ്യയിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേധാവിത്വം ഉറപ്പിക്കാൻ സഹായിക്കും. പ്രതിരോധ മേഖലയിലും ഈ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. മുമ്പ് പാകിസ്ഥാൻ സൈന്യത്തിന് നൽകിയിരുന്ന പ്രാധാന്യം ഇന്ന് UAE ഇന്ത്യൻ സൈനിക സഹകരണത്തിന് നൽകുന്നു. സംയുക്ത സൈനിക അഭ്യാസങ്ങളും പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഇന്ത്യയും UAEയും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യയുടെ സാന്നിധ്യം UAE ഇന്ന് ആഗ്രഹിക്കുന്നു. ഇതിനു പുറമെ ഇന്ത്യ, ഇസ്രയേൽ, UAE, അമേരിക്ക എന്നിവർ ചേർന്നുള്ള I2U2 കൂട്ടായ്മയും ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയും മേഖലയിലെ പുതിയ ശക്തി കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് പകരമായി ഉയർന്നു വരുന്ന ഈ സംവിധാനങ്ങൾ പാകിസ്ഥാനിലൂടെയുള്ള ചൈനീസ് ഇടനാഴിയുടെ പ്രസക്തി കുറയ്ക്കുകയും ചെയ്യും. പശ്ചിമേഷ്യയിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയുമുള്ള സഹകരണം അത്യാവശ്യമാണെന്ന് UAE തിരിച്ചറിയുന്നു. മതപരമായ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടുകൾക്ക് ആധുനികവും ലിബറലുമായ ഒരു രാജ്യം എന്ന പ്രതിച്ഛായ ആഗ്രഹിക്കുന്ന UAE തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇന്ത്യയുടെ ബഹുസ്വരതയും ജനാധിപത്യ മൂല്യങ്ങളും UAEയുടെ വികസന കാഴ്ചപ്പാടുകളുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നു. ഇത് ഏഷ്യൻ വൻകരയിൽ ഇന്ത്യയെ ഒരു വലിയ സുരക്ഷാ പങ്കാളിയെ ഉയർത്തുവാൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ പാകിസ്ഥാനെ കൈവിട്ട് ഇന്ത്യയെ ചേർത്ത് പിടിക്കാനുള്ള UAEയുടെ തീരുമാനം പശ്ചിമേഷ്യയിലെയും ഏഷ്യയിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി പരിഷ്കരിക്കും. പാകിസ്ഥാന് ലഭിച്ചിരുന്ന അന്ധമായ അറബ് പിന്തുണ അവസാനിക്കുന്നത് അവരെ കൂടുതൽ തളർത്തുകയും ചൈനയുടെ നിഴലിലേക്ക് മാത്രം ഒതുങ്ങുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ കരുത്താർജിക്കാനും UAEയുമായിട്ടുള്ള ഈ ബന്ധം വലിയ തുണയാകും. വരും ദശകങ്ങളിൽ ഏഷ്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കേന്ദ്ര ബിന്ദുവായി ഇന്ത്യയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ഈ അച്ചുതണ്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന് വഴിയൊരുക്കും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയാണെന്ന് തെളിയിക്കുവാൻ ഈ സന്ദർശനത്തിലൂടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹകരണത്തിനൊപ്പം തന്നെ സൈനികവും തന്ത്രപരവുമായ ബന്ധങ്ങൾ ദൃഢമാക്കപ്പെട്ടതോടെ ഭാവിയിൽ അറബ് ലോകവുമായുള്ള ഭാരതത്തിൻ്റെ സഹകരണം കൂടുതൽ സുശക്തമായി എന്ന് ഉറപ്പായി. ഭാരതത്തിൻ്റെ ആഗോള പ്രതിച്ഛായ ഉയർത്തുന്നതിനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ ഈ അബുദാബി സന്ദർശനം വലിയ വിജയമായി വിലയിരുത്തപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.